ശിഷ്യൻ തയ്യാറാകുമ്പോൾ ഗുരു പ്രത്യക്ഷനാകും. ഇതേറെ പരിചിതമായ മഹാനായ അംബേദ്കറുടെ കഥയാണ്. പഠിക്കാൻ മിടുക്കൻ, പക്ഷേ പഠിപ്പിക്കാൻ പിതാവിന് സാമ്പത്തിക ശേഷിയില്ല. ഒരുവിധം മെട്രിക്കുലേഷൻ വിജയിച്ചു. തുടർ പഠനം ഒരെത്തും പിടിയും ഇല്ലാതായി മാറി. ഏതു വിധേനയും പഠിക്കും എന്ന് മകൻ, പഠിപ്പിക്കും എന്നച്ഛൻ. പക്ഷേ ഇരുവർക്കും അതെങ്ങനെയെന്നറിയില്ല. അപ്പോഴാണ് ബറോഡ രാജാവായ ഗേക്വാഡ് ഒരു പ്രഖ്യാപനം നടത്തിയത്. അധകൃതനായ ഒരു വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ സ്കോളർഷിപ്പ് ഏർപ്പാടാക്കിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു അത്. അംബേദ്കർ ആ സ്കോളർഷിപ്പ് നേടി BA ബിരുദം കരസ്ഥമാക്കി. പക്ഷേ പഠനം കഴിഞ്ഞിട്ടും ആരും ജോലി നൽകാൻ തയ്യാറായില്ല. അവിടെയും കൃത്യസമയത്ത് രാജാവ് ഇടപെട്ടു. സൈന്യത്തിൽ ലഫ്റ്റനന്റായി. അച്ഛന്റെ മരണത്തോടെ ആ ജോലി അദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നു. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഉപരിപഠനം നടത്തണം. പക്ഷേ ജീവിതം ഉത്തരമില്ലാത്ത ചോദ്യമായി. അത്ഭുതം വീണ്ടും ആവർത്തിച്ചു. മിടുക്കരായ 4 പേരെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ വിട്ടു പഠിപ്പിക്കാൻ രാജാവ് തീരുമാനിച്ചത് ഈ സമയത്താണ്. ആ കൂട്ടത്തിൽ അംബേദ്കറും ഉൾപ്പെട്ടു. ന്യൂയോർക്കിൽ നിന്നും ഡോക്ടറേറ്റ് നേടി. പക്ഷേ ഇനിയും പഠിക്കണം. ഇനിയെന്തു ചെയ്യും? പഴയ അത്ഭുതം ഒരിക്കൽ കൂടി സംഭവിച്ചു. രാജാവ് അദ്ദേഹത്തെ ലണ്ടനിലേക്ക് പറഞ്ഞയച്ചു. നമ്മൾ തയ്യാറാകുക. അവസരങ്ങളും സാധ്യതയും മുന്നിൽ തെളിയും. ശുഭദിനം.